ഹായ് മക്കളെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം 2023 SLCയുടെ പബ്ലിക് എക്സാമിന് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ പാഠം ഇതുവരെ പഠിച്ചു പോയവർക്ക് അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇത്രയും നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നായിരുന്നു 7, 13, 19 എക്സെട്ര. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? സോ ഡി കാണണം. എന്ത് ചെയ്യുക? 13 - 7 എത്രയാണ്? 6. ഡി കിട്ടി, 1 മാർക്ക്. അടുത്ത ഇതിന്റെ 11ാമത്തെ ടേം x11 11ാമത്തെ ടേം ആണ്. സോ 11ാമത്തെ ടേം ഇക്വേഷൻ എന്താ? f + 10d. f എന്ന് പറയുന്ന ആരായിരുന്നു? 7 + 10 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? 6. 10 × 6 60. 60 7 67. സോ x11 എന്ന് പറയുന്നത് 67. സോ 2 മാർക്ക് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46. 6ാമത്തെ ടേം എന്ന് പറയുന്നത് സോ x6 എന്ന് പറയുന്നത് 46 ആണ്. അതിന്റെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. d = 8 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് 16th ടേം? 16ാമത്തെ ടേം എത്രയാണ്? ഇതൊരു 2-3 മെത്തേഡ് ഉണ്ട് കണ്ടുപിടിക്കാൻ. സോ ഞാനിപ്പം ഒരു മെത്തേഡ് കാണിച്ചു തരാം. അങ്ങനെ x6 ഇക്വേഷൻ എന്താ? f + 5d = ആരാണെന്ന് തന്നിട്ടുണ്ട്? 46 ആണെന്ന് തന്നിട്ടുണ്ട്. സോ x6 ഇക്വേഷൻ f + 5d = 46. f നമുക്ക് അറിയത്തില്ല. സോ 5 ഇൻറ്റു d എത്രയായിരുന്നു? 8. d എത്രയായിരുന്നു? 8 = 46. സോ f + 8 × 40 = 46 + 40 അപ്പുറത്ത് പോട്ടെ. f = 46 - 40 f = ആരെന്ന് കിട്ടി? 6 കിട്ടി. അപ്പൊ എഫ് കിട്ടി, ഡി ഉണ്ട്. ഇനി അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ അവർ ചോദിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. 16ാമത്തെ ടേമും വേണം, അതുപോലെ തന്നെ 21ാമത്തെ ടേമും വേണം. 21ാമത്തെ ടേം. സോ 16ാമത്തെ ടേമിന് ഇക്വേഷൻ എന്താ? f + 15d. സോ എഫിന്റെ വാല്യൂ നമുക്ക് എഫിന്റെ വാല്യൂ എത്രയായിരുന്നു? 6 + 15 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? 8. സോ 6 + 15 ഇൻറ്റു 15 ഇൻറ്റു 8 8 40 4 8 4 12. സോ 126. ഇനി x21 ഇക്വേഷൻ എന്താ? f + 20d. സോ എഫിന്റെ വാല്യൂ എത്രയായിരുന്നു? 6 + 20 ഇൻറ്റു ഡി എത്രയായിരുന്നു? 8. സോ 6 + 20 ഇൻറ്റു 8 160 166. ഇത് ഒരു മെത്തേഡാണ്. ഇനി ഇതിന്റെ തന്നെ വേറെ മെത്തേഡ് കൂടി കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതിലും കൂടി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുണ്ടാവും. നമുക്ക് അവര് x6 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആരെയായിരുന്നു? x16 വേണ്ടത്. x6ന്റെ കൂടെ 10d കൂട്ടുന്നതാണ് ആരെന്ന് പറയുന്നത്? x16 എന്ന് പറയാം. അപ്പൊ x6 എത്രയായിരുന്നു? 46 + 10 ഇൻറ്റു d എത്രയായിരുന്നു? 8. സോ 46 + 10 ഇൻറ്റു 8 80. 80 46 126. ഇങ്ങനെ ചെയ്താൽ അതിന് കുറച്ചുകൂടി എളുപ്പം കണ്ടുപിടിക്കാം. f കണ്ടുപിടിക്കാതെ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് x21 ആയിരുന്നു വേണം. സോ x21 വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരാണുള്ളത്? x16 അല്ലേ ഉള്ളത്. സോ x16ന്റെ കൂടെ 5d കൂട്ടുന്നതാണ് ആരെന്ന് പറയുന്നത്? x21 എന്ന് പറയുന്നത്. സോ x21 = x16 ആരായിരുന്നു? 126 + 5 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? ഡി എത്രയായിരുന്നു? 8. സോ 126 + 5 ഇൻറ്റു 8 40. സോ 166. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി സ്റ്റെപ്പ് കുറച്ച് കണ്ടുപിടിക്കാം. മറ്റേ സ്റ്റെപ്പ് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് അത് ഫോളോ ചെയ്യാം. അടുത്തത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 14ാമത്തെ ക്വസ്റ്റ്യൻ. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 7 ടൈപ്സ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. s7 = 140. s11 11 ടേമുകളുടെ സം എന്ന് പറയുന്നത് 440 ആണ്. ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. 4th ടേം വേണം, x4 വേണം, x6 വേണം, കോമൺ ഡിഫറൻസ് വേണം, ഫസ്റ്റ് ടൈം വേണം. സോ ഇത്രയുമാണ് 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ s7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, സം ഓഫ് ടേംസ് ആണ്. ഏത് ഇക്വേഷൻ എടുക്കും? സം ഓഫ് ടേംസ് = മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. സോ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? 140.
7 പേര് വന്നാൽ മിഡിൽ ടേം അത് നമ്മൾ എഴുതി നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 5 പേരൊക്കെ നമുക്ക് എഴുതി നോക്കാം. 7 പേര് ഇപ്പൊ 9 പേരൊക്കെ എഴുതി നോക്കുന്നത് പാടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ന്റെ കൂടെ 1 കൂട്ടുക ഡിവൈഡ് ബൈ 2. സോ 8 ഡിവൈഡ് ബൈ 2 4 ആയിരിക്കും അവിടുത്തെ മിഡിൽ ടേം എന്ന് പറയാം. സോ x4 അതാണ് അവിടുത്തെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എത്രയായിരുന്നു? 7. സോ x4 is equal to 140 ഡിവൈഡ് ബൈ 7. സോ x4 is equal to എത്രയെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. അടുത്ത പറഞ്ഞിരിക്കുന്ന S11 is equal to 440. സെയിം സാധനം തന്നെ, ഇതേ ഇക്വേഷൻ തന്നെ, സം ഓഫ് ടേംസ് ഇങ്ങോട്ട് എഴുതാവേ. സോ സം ഓഫ് ടേംസ് എന്ന് പറയാൻ എത്രയായിരുന്നു? 440 is equal to മിഡിൽ ടേം 11 പേരല്ലേ വന്നിരിക്കുന്ന. സോ 11 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 12 ഡിവൈഡ് ബൈ 2 ആറാമത്തെ ടേം ആണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ x6 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയാൻ എത്രയായിരുന്നു? 11 ആയിരുന്നു. സോ x6 is equal to 440 ഡിവൈഡ് ബൈ 11. വെട്ടിക്കോ 4 പ്രാവശ്യം 0. സോ x6 is equal to എത്രയെന്ന് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരവായി 20, അടുത്ത ക്വസ്റ്റ്യന്റെ ഉത്തരവായി 40. ഇനി അടുത്ത ആരെയാണ് വേണ്ടത്? ഡി വേണം. സോ അപ്പോ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ CD is equal to TD by PD. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. CD കോമൺ ഡിഫറൻസ് D is equal to ടേം ഡിഫറൻസ് 40 മൈനസ് 20. പൊസിഷൻ ഡിഫറൻസ് നോക്കിയേ 6 മൈനസ് 4. സോ D is equal to 40 മൈനസ് 20 20. 6 മൈനസ് 4 2. വെട്ടിപ്പോകുമ്പോ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ D is equal to 6 എന്ന് കിട്ടി, 10 എന്ന് കിട്ടി. ഇനി ആരെ വേണമായിരുന്നു? F വേണമായിരുന്നു. സോ x4 വേണം. x4 നമുക്ക് എഫ് എങ്ങനെ പിടിക്കാം? സോ x4 is equal to ഇക്വേഷൻ എന്താ? F plus 3D എന്നാണ്. x4 is equal to എത്രയെന്ന് കിട്ടിയായിരുന്നു? 20 എന്ന് കിട്ടിയായിരുന്നു. F plus 3 ഇൻറ്റു ഡിയുടെ വാല്യൂ ഇപ്പൊ എത്രയെന്ന് കിട്ടിയായിരുന്നു? 10 എന്ന് കിട്ടിയായിരുന്നു. സോ 20 is equal to F plus 3 ഇൻറ്റു 10 ആരായിരുന്നു? 30. പ്ലസ് 30 ഇപ്പുറത്ത് വരുമ്പോ എന്താവും? മൈനസ് 30 ആവും. 20 മൈനസ് 30 is equal to F. സോ F is equal to ആരെന്ന് കിട്ടും? മൈനസ് 10 എന്ന് കിട്ടും. സോ F is equal to മൈനസ് 10. സോ ഇതാണ് ആ 4 ചോദ്യങ്ങൾക്കുള്ള ആൻസർ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സമാനമായ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നോക്കി പഠിക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻ പരീക്ഷ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു എവിടം വരെ? 20 വരെ. സോ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇൻഡിക്കേഷൻ എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. എന്റെ സ്ഥാനത്ത് ആരാണ്? 20 ഇൻറ്റു 20 പ്ലസ് 1 21 ബൈ 2. വെട്ടിപ്പോകുമ്പോൾ ആരെ കിട്ടും? 10 കിട്ടും. 21 ഇൻറ്റു 10 210. അടുത്തത് റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5 9 13. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5, അതിന്റെ തന്നെ സബ് പാർട്ട് ആണ്. 5 9 13. ഇതിന്റെ എന്ത് എഴുതണം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം. സോ F is equal to 5 ആണ്. D is equal to 9 മൈനസ് 5 4 ആണ്. അപ്പൊ xn പെട്ടെന്ന് എഴുതുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് ഉണ്ടവർക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ xn is equal to ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്തായിരുന്നു? dn പ്ലസ് f മൈനസ് d. d ആരായിരുന്നു? 4n പ്ലസ് f ആരായിരുന്നു? 5 മൈനസ് 4. സോ 4n പ്ലസ് 5 മൈനസ് 4 1. അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5 9 13. ഇതിന്റെ തന്നെ 5 9 13ന്റെ 20 ടേമുകളുടെ സം കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടെ x 20 കണ്ടുപിടിക്കാം. കാരണം xn ഉള്ളതുകൊണ്ട് ഇവിടെ 20 കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് 20ാമത്തെ ടൈം കിട്ടും. സോ 4 ഇൻറ്റു 20 പ്ലസ് 1 4 ഇൻറ്റു 20 80. 81 എത്രയാണ്? 81. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 20ാമത്തെ ടേം എന്ന് പറയുന്ന ആൾ ആരാണ്? 81 ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? n ഉണ്ട്. n 20 ആണ്. x1 ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ആൾ 5 ആണ്. x20 എന്ന് പറയുന്ന ആൾ എത്രയാണ്? 81 ആണ്. സോ n x1 x2 ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? സം ഓഫ് ടേംസ് ഈക്വൽ ടു n by 2 ഇൻറ്റു x1 പ്ലസ് xn. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്റെ വാല്യൂ എത്രയാ? 20/2 ഇൻറ്റു x1 ആരായിരുന്നു? x1 ആരായിരുന്നു? 5 പ്ലസ് xn എന്ന് പറയുന്ന ആരായിരുന്നു? 81. സോ രണ്ടും ഇതും കൂടി കഴിഞ്ഞാൽ എത്ര കിട്ടുവാടാ? 10 ഇൻറ്റു 81 പ്ലസ് 5 86. സോ 860. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ചത്. മൊത്തം 11 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് ഈ പാഠത്തിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനിയും വരുന്നത്. നമുക്കിനി അടുത്ത 2022 വേറെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.